കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഏത്തവാഴയുടെ കൂമ്പാണ്. പാളയംകുടൻ വാഴയുടെ കൂമ്പ് നമ്മൾ സാധാരണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ചേർക്കാൻ നമുക്ക് ഒരു പച്ചമുളക് പറിച്ചെടുക്കാം. വാഴക്കൂമ്പിൻ്റെ പുറംപോളയെല്ലാം പൊളിച്ച് കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവാള, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വാഴക്കൂമ്പ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. വാഴക്കൂമ്പിന് ചില സ്ഥലങ്ങളിൽ വാഴക്കുടപ്പൻ, വാഴച്ചുണ്ട് എന്നൊക്കെ പേരുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ് അതിലേക്ക്. പിന്നെ വാഴയുടെ കറ ചുവയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കും. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് ചേർക്കാം. ഇനി കുറച്ച് തേങ്ങ ചെറിയത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ്, സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി പാത്രത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഏതാണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വാഴക്കൂമ്പ് തോരൻ റെഡിയാണ്.